ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ.വി. പിള്ളൈ. ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് മാംസ ആഹാരത്തിനെപ്പറ്റി പല ആളുകളും പല രീതിയിലും ചെയ്യുന്നു. ചില ആൾ പറയും ചിക്കൻ കഴിച്ചാൽ കുഴപ്പമില്ല, ചില ആൾ പറയും മട്ടൺ കഴിച്ചാൽ കുഴപ്പമില്ല, ചില ആൾ പറയും ബീഫിന് കുഴപ്പമില്ല, ചില ആൾ പറയും പോർക്കിന് കുഴപ്പമില്ല, അതായത് പന്നി. ചില ആൾ പറയും ഒട്ടകം. അപ്പോൾ നമ്മളിവിടെ ഒട്ടകത്തിനൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ തന്നെയും ഈ പേർഷ്യൻ രാജ്യങ്ങളിൽ അവരുടെ ഒരു പ്രധാന ആഹാരം ഒട്ടകത്തിൻ്റെ ഉണ്ട്. പിന്നെ അവർ ഈ കുതിരയിറച്ചി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ജന്തുക്കളുടെയും ഈ മാംസം അവർ ഭക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ ചൈനയിൽ പോയി കഴിഞ്ഞാൽ അവർ പാമ്പിനെ വരെ കഴിക്കുന്നുണ്ട്. അത് കഴിക്കാനായിട്ട് പ്രത്യേകമായിട്ട് തന്നെ പാമ്പിനെ അവർ വളർത്തുന്നുണ്ട്. നമ്മൾ ചൈനീസ് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാം. എല്ലാ ജന്തുക്കളെയും ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ എറുമ്പുണ്ട്, തേളുണ്ട്, ചെതലുണ്ട്, എന്തെല്ലാം കാര്യം നമുക്ക് തന്നെ അതിശയം തോന്നും. അപ്പോൾ അത് ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഈ മാംസം ഇപ്പോൾ ചില ആളുകൾ ചോദിക്കും, ചില ആളുകൾ ലേഖനങ്ങളൊക്കെ വായിച്ചിട്ട് ഇറച്ചികളിൽ പന്നി ഇറച്ചി ഏറ്റവും നല്ലതാണ്, പന്നി ഇറച്ചിക്ക് കുഴപ്പമില്ല, അതുകൊണ്ട് പന്നിയുടെ കൊഴുപ്പും വലിയ കുഴപ്പമില്ല. അപ്പോൾ ഈ ആനിമൽസിൻ്റെ ഫാറ്റിന് ഔഷധ ഗുണമുള്ള അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. അതേസമയം നമ്മൾ ഉപയോഗിക്കുന്ന ചിക്കനോ മട്ടനോ അല്ലെന്നുണ്ടെങ്കിൽ ബീഫിനോ അല്ലെന്നുണ്ടെങ്കിൽ പന്നിക്കോ ഒന്നും ആ ഇറച്ചിക്കായാലും മാംസത്തിനായാലും ഒരു ഔഷധ ഗുണവും ഇല്ല യഥാർത്ഥത്തിൽ. പിന്നെ ചില ആൾ പല ലേഖനങ്ങൾ അവർ റിസർച്ച് ചെയ്യാതെയോ പഠിക്കാതെയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവിൽ അവരത് കണ്ണുമടച്ച് ചെയ്യും, അതിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ. ഇപ്പോൾ ഉദാഹരണം ചില ആൾ ഇപ്പോൾ പറയുന്നത് പന്നി ഇറച്ചി കഴിഞ്ഞാൽ കുഴപ്പമില്ല, ബാക്കി ഇറച്ചിയൊക്കെ നല്ലത് പന്നി ഇറച്ചിയാണ്. അത് പല കാരണങ്ങളുണ്ട്, പല രീതിയിൽ അവർക്ക് ചിലപ്പോൾ പന്നി അവർക്ക് ഇഷ്ടമായിരിക്കും, പന്നി ഇറച്ചി ഇഷ്ടമായിട്ടുള്ളവരുണ്ട്, അപ്പോൾ അവരായിരിക്കും അത് പറയുന്നത്. പക്ഷേ ആക്ച്വലായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് മനുഷ്യൻ എന്ത് കഴിക്കാമെന്നുള്ളതാണ്. അപ്പോൾ മെഡിക്കൽ ബുക്സുകൾ, മോഡേൺ മെഡിക്കൽ ബുക്സുകൾ, അതായത് നമ്മൾ മോഡേൺ മെഡിസിൻ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മെഡിസിൻ തന്നെ പല ഒറിജിനാണ്. ഇപ്പോൾ നമ്മുടെ ഭാരതത്തിലുണ്ടായിട്ടുള്ള മെഡിസിനുണ്ട്, പിന്നെ ഓരോ രാജ്യത്തിലും മെഡിസിൻ ഉണ്ടാകുന്നുണ്ട്. അതിപ്പോൾ അതിൽ യൂറോപ്പിൽ അവർ ഉപയോഗിക്കുന്നത് മുഴുക്കെ ഈ മോഡേൺ മെഡിസിനെ ഫോളോ ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളുമൊക്കെയാണ്. പക്ഷേ എന്നിരുന്നാലും ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു മൃഗം, അത് മൃഗമാണ്. അപ്പം ഇത് ഡിക്ഷണറി തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് മാൻ ഈസ് ഓൺലി എ ഡെവലപ്ഡ് ആനിമൽ, അത്രേ പറയുന്നു, ആനിമൽ അല്ലെന്ന് പറയുന്നത്. കാരണം ആനിമൽസിനുള്ള എല്ലാ ഇതിനും നമുക്ക് മനുഷ്യനുമുണ്ട്. അപ്പോൾ ഈ പ്രകൃതി അല്ലെങ്കിൽ നമുക്ക് ദൈവം എന്നെന്തെങ്കിലും പറയാം, അത് സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോ മൃഗത്തിനും ഓരോ പക്ഷിക്കും പിന്നെ ഓരോ മത്സ്യത്തിനും അതിൻ്റേതായിട്ടുള്ള ആഹാരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉദാഹരണം ഈ നമ്മൾ ഉപയോഗിക്കുന്ന കാറുണ്ട്, എയ്റോപ്ലെയിനുണ്ട്, ബോട്ടുണ്ട്, അതിൽ പല എഞ്ചിനുണ്ട്. ക്രൂഡ് ഓയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, കെറസോയിൽ മണ്ണെണ്ണ വർക്ക് ചെയ്യുന്നുണ്ട്, ഡീസൽ വർക്ക് ചെയ്യുന്നുണ്ട്, പെട്രോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത ഇന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏവിയേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഏത് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും എല്ലാ മെഷീനും വർക്ക് ചെയ്യും. പക്ഷേ അതിൻ്റെ പെർഫോമൻസ് ചിലപ്പോൾ മണിക്കൂറുകളെ കാണും, അല്ലെങ്കിൽ ദിവസങ്ങൾ കാണും, അല്ലെങ്കിൽ ഇത്. അപ്പോൾ ഈ ഏവിയേഷൻ്റെ തന്നെ ഒഴിക്കണം. അപ്പോൾ നമുക്ക് ഈ ഡീസൽ എഞ്ചിന് ഡീസൽ തന്നെ വേണം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആനിമൽസിനും, അതായത് ആഹാര രീതി, അത് വെജിറ്റേറിയനുണ്ട്, നോൺ വെജുണ്ട്, ഇത് രണ്ടും കഴിക്കുന്നതുമുണ്ട്. അപ്പം അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ മനുഷ്യൻ ഇതെല്ലാം പല യുഗങ്ങളായിട്ട് വന്ന് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നമ്മൾ ഒരു എന്താണത് പറയുന്നത്, പഴയ ആദ്യകാലത്തുണ്ടായിരുന്ന മനുഷ്യർ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ ലേറ്റസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു ദോഷവശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, അത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പറയാം. അപ്പോൾ മനുഷ്യൻ ഉപയോഗിക്കുന്ന, അതായത് പ്രകൃതി മനുഷ്യൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതായത് ദഹനത്തിന് ഉപയോഗിക്കുന്ന അവയവങ്ങൾ, അതായത് മൗത്ത്, അത് കഴിഞ്ഞാൽ ഈസോഫാഗസ്, അത് കഴിഞ്ഞാൽ സ്റ്റൊമക്ക്, അത് കഴിഞ്ഞിട്ട് സ്മാൾ ഇൻറ്റസ്റ്റൈൻ ചെറുകുടൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് വൻകുടൽ, എന്നിട്ട് മലമ്പ്. ഇതെല്ലാം കൂടി ഏകദേശം ഒരു 30-32 അടി നീളം വരും ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ഓരോ മൃഗത്തിനും അതുപോലെയുണ്ട്. അപ്പോൾ വെജിറ്റേറിയനാണ് മൃഗങ്ങളായിട്ടാണ്, അത് മൃഗങ്ങളുടെ കൂട്ടത്തിലാണ് മനുഷ്യനുമുള്ളത്. അപ്പോൾ മനുഷ്യൻ കഴിക്കാവുന്നത്
സപ്പോസ് ടു ബി വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ സപ്പോസ് അല്ല, യഥാർത്ഥത്തിൽ വെജിറ്റേറിയൻ. ഈ വെജിറ്റേറിയൻ മാത്രമേ ഇവരുടെ ശരീരത്തിൽ ദഹിക്കുള്ളൂ. ഇപ്പോൾ ഉദാഹരണം, ഇത് വളരെ FDA റിസർച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ WHO പല റിസർച്ച് സെൻറ്റേഴ്സ് അവർ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് നോൺ വെജി എവർ നെവർ ഡൈജസ്റ്റ് ഇൻ ദ ഹ്യൂമൻ ബോഡി. അതായത് യാതൊരു കാരണവശാലും ഈ വെജിറ്റബിൾസ് അല്ല, ഈ നോൺ വെജി അതായത് ഇറച്ചി, മീൻ, മുട്ട ഇതെല്ലാം ദഹനത്തിന് വളരെ ബുദ്ധിമുട്ടാണ്. അതൊന്നും പരിപൂർണമായിട്ട് ദഹിക്കത്തുമില്ല. അപ്പോൾ ദഹനം കിട്ടിയില്ലെങ്കിൽ ന്യൂട്രീഷനൊന്നും വരുന്നില്ലല്ലോ. തന്നെയല്ല നോൺ വെജിയിൽ ഒരു വലിയ ന്യൂട്രീഷനൊന്നും വരുന്നില്ല. അതിപ്പോൾ ഉദാഹരണം പ്രോട്ടീനാണ്. ഇപ്പോൾ ഇറച്ചി ആൾ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ്. അതേസമയം ഏറ്റവും കൂടുതൽ പ്രോട്ടീനുള്ള ധാന്യങ്ങളിലാണ്. പ്രത്യേകിച്ച് മങ് ബീൻസ്, നമ്മുടെ ഈ ചെറുപയർ, ഉഴുന്ന്, അതിനകത്തെല്ലാം ഏകദേശം ഇറച്ചിയുടെ 4 ഇരട്ടി പ്രോട്ടീനുണ്ട്. ഇപ്പോൾ ഉദാഹരണം 1 കിലോ ചെറുപയറിൽ 4 കിലോ ഇറച്ചിക്ക് തുല്യമായിട്ടുള്ള പ്രോട്ടീനുണ്ട്. അപ്പോൾ ഇത് ഈസിയാണ് കുക്ക് ചെയ്യാതെയും കഴിക്കാം, പിന്നെ വളരെ പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഓരോ മൃഗത്തിനും പക്ഷികൾക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോൺ വെജ് കഴിക്കുമ്പോഴത്തേക്കുള്ള കുഴപ്പമെന്ന് പറയുന്നത് ദഹിക്കത്തില്ല, പല സോക്കേട് വരുന്നുണ്ടാവും. അപ്പോൾ നമ്മളിത് പറഞ്ഞു വന്നെങ്കിൽ തന്നെ നെയ്യുടെ കാര്യമാണ് പറഞ്ഞത്. പന്നി നെയ്യ് ചില ആളുകൾ ചില പഴയ ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നുണ്ട്, പന്നി നെയ്യ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഹെമറോയിഡ്സ് എന്ന് പറഞ്ഞാൽ ആരിസസിന് നല്ലതാണ്. പക്ഷേ ഞാൻ കൊടുത്ത് നോക്കിയിട്ടില്ല. പല ആളുകളടുത്ത് ഞാൻ ചോദിച്ചിട്ട് അവർക്ക് അങ്ങനെ അഭിപ്രായവുമില്ല. അപ്പോൾ അത് പന്നി നെയ്യ് എന്ന് പറയുന്നത് അങ്ങനെ ചില ആളുകൾ ഇങ്ങനെ ഒന്നും പഠിക്കാതെ അല്ലെങ്കിൽ ഒന്നും അറിയാതെ അവരിങ്ങനെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല. പിന്നെ ഈ മലമ്പാമ്പുണ്ട്. ആ പാമ്പിൻ്റെ നെയ്യിന് ഔഷധ ഗുണമുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നെയ്യ് കൂടിക്കഴിഞ്ഞാൽ ഇത് തന്നെത്താൻ തന്നെ എവിടെയെങ്കിലുമൊക്കെ മുള്ളിലോ അതുപോലെ ഏതെങ്കിലും ഈ പാറയുടെ ഇതിലൊക്കെ പോയിട്ട് ഇത് വയറിലിത് മുറിവുണ്ടാക്കിയിട്ട് ഈ ഫാറ്റ് അത് ഉരുക്കിക്കളയും. അപ്പോൾ ഈ ആദിവാസികൾ പഴയ കാലത്ത് ഉണക്കാനായിട്ട് മുറിവിന് വേണ്ടിയിട്ട് ഈ മലമ്പാമ്പിൻ്റെ നെയ്യ് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ പല പുസ്തകത്തിലും വായിച്ചിട്ടുണ്ട്. പക്ഷേ നേരിട്ട് എനിക്ക് അനുഭവമില്ല. എന്നിരുന്നാൽ തന്നെ അത് പ്രയോജനം എന്നുള്ളതാണ് ആദിവാസികളുടെ അഭിപ്രായം തന്നെ. അപ്പോൾ അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം പാമ്പിൻ്റെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, എല്ലാ പാമ്പിനും ഇല്ല, ഈ മലമ്പാമ്പിന്. അപ്പോൾ ആ ഒരു ഈ ആനിമൽസിൻ്റെ നെയ്യുടെ കൂട്ടത്തിൽ ഔഷധ ഗുണം കുറച്ചെങ്കിലും ഉണ്ടെന്ന് പറയുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും മലമ്പാമ്പിൻ്റെ നെയ്യ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതിന് നമുക്ക് അറിയില്ല. പക്ഷേ അത് മാത്രമല്ല, അത് കഴിച്ചു കഴിഞ്ഞാൽ ഈ നെയ്യ് കഴിച്ച്, അതായത് ആനിമൽസിൻ്റെ ഏറ്റവും കൂടുതൽ കൊഴുപ്പാണ് നമുക്ക് ശരീരത്തിന് കുഴപ്പമുണ്ടാകുന്നത്. അത് എല്ലാ അവയവങ്ങളെയും ബാധിക്കും, പ്രത്യേകിച്ച് ഹാർട്ടിനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് ഈ മൃഗങ്ങളുടെ കൊഴുപ്പ് ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഹാർട്ട് പ്രോബ്ലം ഉണ്ടാകാത്ത ആരുമില്ല. അപ്പോൾ ഈ കൊളസ്ട്രോൾ വളരെ വർദ്ധിക്കും, നല്ല കൊളസ്ട്രോൾ കുറയും, ചീത്ത കൊളസ്ട്രോൾ വർദ്ധിക്കും. അങ്ങനെ അത് മറ്റൊരു സബ്ജക്റ്റാണ്. എന്നാൽ തന്നെ ഈ നെയ്യുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി ഇത്രയും ഞങ്ങൾക്ക് പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് നമ്മുടെ ഹാർട്ടിൻ്റെ ബൈപ്പാസ് സർജറി എങ്ങനെ ഒഴിവാക്കാം, ആൻജിയോപ്ലാസ്റ്റി എങ്ങനെ ഒഴിവാക്കാം, ഈവൻ ആൻജിയോഗ്രാം തന്നെ എങ്ങനെ ഒഴിവാക്കാം. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പ്രോബ്ലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഹാർട്ടാണ്. അപ്പോൾ അതിന് ഏറ്റവും ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ തെറാപ്പി എന്ന് പറയും. ഈ ബൈപ്പാസ് സർജറിയുടെ ആവശ്യമില്ല, ആൻജിയോപ്ലാസ്റ്റിയുടെ ആവശ്യമില്ല, ആൻജിയോഗ്രാം തന്നെ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് ഈ ബ്ലോക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആൻജിയോഗ്രാമിനെയൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഹാർട്ട് സ്കാൻ എന്ന് പറയും. ആ മെത്തേഡാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ ഇത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 3 ലക്ഷം 5 ലക്ഷം മുടക്കേണ്ട സ്ഥാനത്ത് ചിലപ്പോൾ 50,000 1 ലക്ഷം അല്ലെങ്കിൽ അതിൽ ശകലം കൂടുതലായിട്ട് മുടക്കേണ്ടി വരും. അതൊരു 85% ഇമ്പ്രൂവ്മെൻറ്റ് പേഷ്യൻസിന് ഉണ്ടാവുകയും ചെയ്യും. ഇത് ഞാനീ പറയുന്നത് ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ്. അതാണ് ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് പല ഹോസ്പിറ്റലുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് ഏകദേശം ഒരു 10-30 വർഷത്തിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലേസർ തെറാപ്പി. അപ്പം ഇത് ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും അടുത്ത് ഇതൊരു അന്ധവിശ്വാസങ്ങൾ കൊണ്ടാണ് ഈ ആളുകൾ ഈ ഫാറ്റ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾ ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ഞാൻ പേപ്പർ വായിച്ചിട്ടുണ്ട്, ഈ മലപ്പുറത്ത് എവിടെയോ ഒരു ഡെലിവറി അയാൾ അക്യുപഞ്ചർ കൊണ്ട് ഡെലിവറി നടത്തിയെന്നുള്ളത്. പക്ഷേ ഇതൊരു അന്ധവിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്.
അങ്ങനെ അക്യുപഞ്ചറിലൊന്നുമില്ല. അതിനെപ്പറ്റി ഞാൻ ഈ അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. നിങ്ങൾക്കിതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.